റേഷൻ ഡോക്ടറിന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഇപ്പോൾ മമ്മൂക്കയുടെ ഒരു ആരോഗ്യ സംബന്ധമായിട്ടുള്ള വിവരങ്ങളെക്കുറിച്ച് ഇന്നലെ സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു ചർച്ച നടന്നിരുന്നു. പക്ഷേ ഇന്നലെ രാത്രിയിൽ മമ്മൂക്കയുടെ PR ടീം നൽകിയ വാർത്തയുടെ പുറത്ത് മിഡ് ഡേ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ മാധ്യമമാണെന്നാണ് എൻ്റെ അറിവ്. കാര്യം മിഡ് ഡേ കുറിച്ച് എനിക്ക് കൂടുതൽ അറിയില്ല. മിഡ് ഡേ പറഞ്ഞതനുസരിച്ചിട്ടുള്ള മമ്മൂക്കയുടെ PR ടീം ഈ മമ്മൂക്കയുടെ അസുഖവിവരത്തിനെക്കുറിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരണങ്ങളെ പൂർണ്ണമായിട്ടും തള്ളിക്കളയുകയും മമ്മൂക്കയ്ക്ക് അങ്ങനെ കാര്യമായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ല എന്നും ഏതാണ്ട് April 6 ഇപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന മഹേഷ് നാരായണൻ്റെ സിനിമയിലേക്ക് മമ്മൂക്ക റീജോയിൻ ചെയ്യും എന്നുള്ള രീതിയിലുള്ള അല്ലെങ്കിൽ ജോയിൻ ചെയ്യും എന്നുള്ള വാർത്തകളൊക്കെ ഇന്നലെ പറഞ്ഞിരുന്നു. അപ്പം അത് വെച്ചിട്ട് മറുനാടൻ മലയാളി പോലും ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് കണ്ടു അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളെക്കുറിച്ച്. കാര്യം ഈ PR ടീം ഇതിൻ്റെ വാക്കുകളെ സ്ഥിരീകരിച്ചുകൊണ്ട് മിഡ് ഡേ കൊടുത്തിരിക്കുന്ന ഒരു വാർത്തയുടെ കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് മറുനാടൻ മലയാളി മറ്റൊരു വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു മറുപടി പറയണം എന്ന് എനിക്ക് തോന്നി. അതിനകത്ത് അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. മിഡ് ഡേ എന്ന് പറയുന്ന ഓൺലൈൻ മാധ്യമത്തിന് വിവരം കൊടുത്തിരിക്കുന്ന മമ്മൂക്കയുടെ PR ടീം കൊച്ചിയിൽ മമ്മൂക്കയ്ക്ക് അത്തരത്തിലുള്ള ഒരു PR ടീം ഉള്ളതായിട്ടുള്ള അറിവില്ല എന്നാണ് പറയുന്നത്. മിഡ് ഡേക്ക് എവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു വാർത്ത കിട്ടിയത്? മമ്മൂക്കയ്ക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ല എന്നുള്ള വാർത്ത മിഡ് ഡേക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? അല്ലെങ്കിൽ ഷാജൻ സക്കറിയ അദ്ദേഹത്തിൻ്റെ വീഡിയോയിലൂടെ ഇന്നലെ പറഞ്ഞിരിക്കുന്ന മമ്മൂക്കയ്ക്ക് ഉണ്ട് എന്ന് അദ്ദേഹം ആരോപിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന ഒരസുഖം മമ്മൂക്കയ്ക്ക് ഇല്ല എന്ന് മിഡ് ഡേക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? അത്തരത്തിലുള്ള PR ടീമിനെ കുറിച്ചുള്ള പ്രത്യേകിച്ചുള്ള വിവരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്, അത്തരത്തിലുള്ള PR ടീം ഉണ്ടോ എന്ന് അറിയാത്തതുകൊണ്ട് ആ വാർത്തയ്ക്ക് എന്ത് ആധികാരികതയാണ് ഉള്ളതെന്നാണ് ഷാജൻ സക്കറിയ ചോദിക്കുന്നത്. തിരിച്ച് അത് കൂടാതെ ഷാജൻ സക്കറിയ പറയുന്നുണ്ട് മമ്മൂക്കയോ ദുൽഖറോ മറ്റ് കുടുംബാംഗങ്ങളോ മറ്റ് അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരോ ഇത്തരത്തിൽ മമ്മൂക്കയ്ക്ക് ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്ന് എങ്ങും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തിരിച്ച് ഷാജൻ സക്കറിയോടുള്ള ഈ എൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, മിഡ് ഡേക്ക് എവിടെ നിന്നാണ് വാർത്ത കിട്ടിയെന്ന് ഷാജൻ സക്കറിയ ചോദിക്കുമ്പം എനിക്ക് ചോദിക്കാനുള്ളത് മറുനാടൻ മലയാളിയുടെ എല്ലാമായിട്ടുള്ള ഷാജൻ സക്കറിയയ്ക്ക് മമ്മൂക്കയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ട് എന്നുള്ള വാർത്ത എവിടെ നിന്നാണ് കിട്ടിയത്? അതായത് ഇന്നലെ ഷാജൻ സക്കറിയ കാണിച്ച വീഡിയോയ്ക്കകത്ത് വരുൺ എന്ന് പറയുന്ന ഒരാളുടെ ട്വീറ്റാണ് കാണിച്ചത്. ഇന്നും ഷാജൻ സക്കറിയ കാണിച്ചിരിക്കുന്ന ആ വീഡിയോയ്ക്കകത്ത് വരുൺ എന്ന് പറയുന്ന ഒരാളുടെ അതേ ട്വീറ്റ് എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ വരുൺ എന്ന് പറയുന്ന ആളുടെ നൽകിയിരിക്കുന്ന ഈ വാർത്ത ശരിയാണെന്ന് ഷാജൻ സക്കറിയ എങ്ങനെയാണ് ഉറപ്പിക്കുന്നത്? അല്ലെങ്കിൽ ഷാജൻ സക്കറിയ ഇന്നലെയും ഇന്നുമായിട്ട് ചെയ്ത വീഡിയോയ്ക്കകത്തൂടെ വരുണിന്റെ ട്വീറ്റ് എടുത്ത് കാണിക്കേണ്ടെന്ന് ആവശ്യം എന്താ? ഇന്നലെ കാണിച്ചത് മനസ്സിലാക്കാം, ഇന്ന് വീണ്ടും എന്തിനാ കാണിക്കുന്നത്? അതായത് അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ വരുണിന്റെ മേളിൽ കൊണ്ടുവെക്കാൻ, അത് വരുൺ എന്ന് പറയുന്ന നമുക്കാർക്കും അറിയാത്ത ഒരാളുടെ മേളിൽ കൊണ്ടുവെക്കാനോ ഞാൻ ഈ ട്വീറ്റ് കണ്ടിട്ടാണ് വീഡിയോ ചെയ്തതെന്ന് പറയാനോ എന്തിനാണ് പറയുന്നത്? അല്ലെങ്കിൽ വരുൺ പുറത്തുവിട്ടിരിക്കുന്ന ഈ ഒരു വാർത്തയ്ക്ക് എന്ത് ആധികാരികതയാണ് മറുനാടൻ മലയാളിയുടെ എല്ലാമായിട്ടുള്ള ഷാജൻ സക്കറിയ കണ്ടെത്തിയത് അല്ലെങ്കിൽ അദ്ദേഹം കാണുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം വരുൺ എന്ന് പറയുന്ന ഒരാളുടെ അത് ആരാണ് എന്താണ് എന്ന് പോലും നമുക്ക് ആർക്കും അറിയുന്നില്ല. അല്ലെങ്കിൽ ഷാജൻ സക്കറിയ പറയണം വരുൺ എന്ന് പറയുന്ന ആൾ ഇന്ന ആളാണ്, അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഒരു വാർത്തകൾ പുറത്തുവിടാനുള്ള എല്ലാവിധ അധികാരവും ഉണ്ട്, അദ്ദേഹത്തിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ വാർത്തയ്ക്ക് ആധികാരികത ഉണ്ട് എന്ന് ഷാജൻ സക്കറിയയ്ക്ക് പറയാൻ കഴിയണം. അതൊന്നും അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്നതായിട്ട് ഞാൻ കണ്ടില്ല. പിന്നെ ഷാജൻ സക്കറിയ ആ വീഡിയോയിൽ പറയുന്നത് കേട്ട് ഇത്തരത്തിലുള്ള ഒരു വാർത്ത പുറത്തു പോകാതെ മമ്മൂക്കയും അല്ലെങ്കിൽ കൂടെ ഉള്ളവരും നോക്കാൻ ശ്രമിച്ചു എന്ന്. പിന്നെ ആ വീഡിയോയുടെ തുടക്കത്തിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു സ്വകാര്യമായിട്ടുള്ള കാര്യമല്ലേ, പിന്നെ എന്തിനാണ് മറുനാടൻ മലയാളി ഇത്തരത്തിലുള്ള ഒരു വാർത്ത പുറത്തുവിട്ടതെന്ന് സോഷ്യൽ മീഡിയയിൽ ചോദിക്കുന്നു. പക്ഷേ ഒരു സെലിബ്രിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വകാര്യത എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക്, അതായത് അവരെ സെലിബ്രിറ്റി ആക്കിയ ആളുകൾക്ക് അറിയാനുള്ള അവകാശം ഉണ്ടെന്നുള്ള രീതിയിൽ ഇത് എവിടുന്നാണ് ഷാജൻ സക്കറിയ പഠിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് ഒരാളുടെ സ്വകാര്യത എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം അത് എഴുതി വെച്ചിരിക്കുന്നത് എല്ലാവർക്കും തുല്യമാണ്. സെലിബ്രിറ്റി ആയാലും സെലിബ്രിറ്റി അല്ല എങ്കിലും അവൻ മനുഷ്യനാണെന്നുണ്ടെങ്കിൽ മനുഷ്യന്മാർക്ക് എല്ലാവർക്കും കൂടെ ഈ രാജ്യത്ത് പൊതുവായിട്ടുള്ളൊരു നിയമം എഴുതി വെച്ചിരിക്കുന്നത്. അതായത് സ്വകാര്യത എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ സെലിബ്രിറ്റി ആക്കിയ ഒരാളാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് പുറത്തു പറയണം. ഇപ്പം ഒരു ക്രിമിനൽ പരമായിട്ടുള്ള ഒരു കാര്യങ്ങൾ ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരാൾ ഇത് പുറത്തു പോകരുതെന്ന് വിചാരിച്ചാലും അത് പുറത്തു വിടാനുള്ള അധികാരം മാധ്യമ പ്രവർത്തകർക്കുണ്ട്, അത് അറിയുന്ന അത് കണ്ടെത്തുന്ന എല്ലാ ആളുകൾക്കും ഉണ്ട്. പക്ഷേ ഒരാളുടെ ഹെൽത്ത് ഇഷ്യൂ സംബന്ധിച്ച് അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ നടക്കുന്ന ചില അഭിപ്രായ കാര്യങ്ങളെക്കുറിച്ച്, വ്യത്യാസങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്നെങ്കിൽ അത് പുറത്തുവിടാനുള്ള യാതൊരുവിധ അധികാരങ്ങളും ഈ രാജ്യത്ത് ആർക്കുമില്ല. ഇപ്പം ഞാനാണ് ഒരാളെ സെലിബ്രിറ്റി ആക്കിയതെന്നും പറഞ്ഞുകൊണ്ട് ഒരു മാധ്യമ പ്രവർത്തകനും ഒരാളുടെ ബെഡ്റൂമിലേക്ക് ക്യാമറയായിട്ട് ഇടിച്ച് ചെല്ലണമെന്ന് ഈ രാജ്യത്തെ നിയമം പറയുന്നില്ല. അങ്ങനെ ചെല്ലുന്നവനെ എല്ലാം തൂക്കിയെടുത്ത് അകത്താക്കാനുള്ള വകുപ്പുകൾ നമ്മുടെ രാജ്യത്ത് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അത് അദ്ദേഹം മനസ്സിലാക്കണം. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് ആ വീഡിയോയ്ക്കകത്ത് ദുൽഖറിന്റെ ഒരു സിനിമയ്ക്കകത്തുനിന്ന് ബ്രേക്ക് എടുത്ത് മമ്മൂക്കയോടൊപ്പം
പോയതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന്. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ദുൽഖർ ആ സിനിമയിൽ നിന്ന് മാറി നിന്നപ്പോൾ ആ സിനിമയുടെ സംവിധായകനോടും നിർമ്മാതാവിനോട് അന്വേഷിച്ചപ്പോൾ മമ്മൂക്കയ്ക്ക് സുഖമില്ല എന്ന് അറിയാൻ സാധിച്ചെന്ന്. ഷാജൻ സക്രി ഒരു കാര്യം മനസ്സിലാക്കണം, ഈ വരുൺ എന്ന് പറയുന്ന ആളുടെ ട്വീറ്റ് നോക്കിയിട്ടാണ് ഷാജൻ സക്രി ഇത്തരത്തിലുള്ള ഒരു വാർത്ത ചെയ്തെങ്കിൽ ആ വീഡിയോ ആ ട്വീറ്റിന്റെ താഴെ അദ്ദേഹം വരുൺ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ദുൽഖർ സൽമാൻ ബ്രേക്ക് എടുത്തിരിക്കുന്നത് ഐ ആം ഗെയിം എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിനിടയിലാണെന്ന് അയാൾ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഐ ആം ഗെയിം എന്ന് പറയുന്ന സിനിമയുടെ നിർമ്മാതാവ് ആരാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കേവലം അറിവെങ്കിലും ഷാജൻ സക്രിയയ്ക്ക് ഉണ്ടാവണം. കാര്യം ആ സിനിമയുടെ നിർമ്മാതാവ് എന്ന് പറഞ്ഞാൽ ദുൽഖർ സൽമാൻ തന്നെയാണ്, വേഫെയർ തന്നെയാണ് എൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഷാജൻ സക്രിയ ഈ പറഞ്ഞ ആ സിനിമയുടെ നിർമ്മാതാവിനോടും സംവിധായകനോടും ചോദിച്ചെന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ മമ്മൂക്കയുമായിട്ടുള്ള അടുത്ത ബന്ധമുള്ള അടുത്ത ആൾക്കാരിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു വാർത്ത കിട്ടിയെന്ന് പറയുന്നത് അത് ഈ ഞാൻ പറഞ്ഞ കണക്ക് ഒരാളുടെ സ്വകാര്യത പോലും മാനിക്കാതെ സെലിബ്രിറ്റി ആയതുകൊണ്ട് അവരുടെ ആരോഗ്യ കാര്യങ്ങൾ പുറത്തു വിടണമെന്ന് ആഗ്രഹിക്കുന്ന ഷാജൻ സക്രിയെ സംബന്ധിച്ചിടത്തോളം ഷാജൻ സക്രിയെ പറയണം, മമ്മൂക്കയായിട്ടുള്ള അടുത്ത വൃത്തങ്ങൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ അടുത്ത വൃത്തങ്ങൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ അടുത്ത ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരിൽ ആരിൽ നിന്നാണ് ഇത്ര ആധികാരികമായിട്ടുള്ള ഒരു ന്യൂസ് ഷാജൻ സക്രിയയ്ക്ക് കിട്ടിയതെന്ന് അദ്ദേഹം പറയണം. കാര്യം ഇതെല്ലാം പ്രേക്ഷകർക്ക് മമ്മൂക്കയുടെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. പിന്നെ ഷാജൻ സക്രിയ തന്നെ പറയുന്നുണ്ട്, മമ്മൂക്കയുടെ അസുഖം എന്ന് പറയുന്നത് ഇപ്പം കുടൽ ക്യാൻസറിനകത്ത് തന്നെ സ്റ്റേജ് 1 താഴെയാണ്. അതായത് ഈ പുറത്ത് ഇത് അറിയാതിരിക്കണമെന്ന് അവർ അധികമായിട്ട് ആഗ്രഹിച്ചെന്ന്. ഞാൻ ഒറ്റ കാര്യമേ ചോദിക്കുന്നുള്ളൂ, സ്റ്റേജ് 1 താഴെയാണെങ്കിൽ അതൊരു വളരെ ഗുരുതരമല്ലാത്ത നിസ്സാര പ്രശ്നമെന്ന് ഷാജൻ സക്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ ആവർത്തിച്ച് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മമ്മൂക്ക കേവലം പോയിട്ട് താൽക്കാലിക റെസ്റ്റ് എടുത്തിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും ആവശ്യമായി വരികയായിരുന്നെങ്കിൽ അദ്ദേഹം ആ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് 3 ആഴ്ചയോ അല്ലെങ്കിൽ 1 മാസമോ കഴിയുമ്പോൾ അദ്ദേഹം തിരിച്ച് സിനിമയിലേക്ക് തന്നെ വരുമായിരുന്നല്ലോ. ഇത്തരത്തിലുള്ള ഒരു വാർത്ത സൃഷ്ടിച്ച് അത് സ്റ്റേജ് 1 താഴെയായിട്ടുള്ള ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ആരാധകരെ ഈ വൻകുടൽ ക്യാൻസർ എന്നും മറ്റതും ഉള്ള വാക്കുകൾ എഴുതി പിടിപ്പിച്ച് അവരെന്തിനാ പാനിക്കാക്കുന്നത്? ഇന്നലെ മുതൽ എത്രയോ ആൾക്കാർ ഇപ്പം നമ്മളെയൊക്കെ പോലുള്ള ചെറിയ വീഡിയോകൾ ചെയ്യുന്ന ചെറിയ യൂട്യൂബർമാരുടെ താഴെ തന്നെ എന്തെല്ലാം ആശങ്കയോടുകൂടിയാണ് എത്രയോ ആൾക്കാർ കമൻസ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് ഷാജൻ സക്രി ആ വീഡിയോയിൽ പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്കയ്ക്ക് അസുഖമൊന്നും ഇല്ല, മമ്മൂക്ക പൂർണ്ണ ആരോഗ്യവാനായിട്ടിരിക്കുന്നു എന്ന് ഷാജൻ സക്രിയയുടെ വീഡിയോ വന്നതിന് ശേഷം, അതായത് ഈ മിഡ് ഡേ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം മമ്മൂക്കയുടെ ആരാധകർ സോഷ്യൽ മീഡിയയിൽ കൊണ്ടാടിയെന്ന്, അങ്ങനെ കൊട്ടി ആഘോഷിച്ചെന്നോ കൊണ്ടാടിയെന്നോ അങ്ങനെ കണ്ടൊരു വാക്കാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഷാജൻ സക്രി എന്താണ് ഉദ്ദേശിക്കുന്നത്? മമ്മൂക്കയ്ക്ക് അസുഖം ഉണ്ട് എന്ന് പറഞ്ഞു വരണമെന്നാണോ ആഗ്രഹിക്കുന്നത്? അദ്ദേഹത്തിന് അസുഖം ഇല്ല എന്നുള്ള വാർത്തകൾ കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ സ്നേഹിക്കുന്നത് മാത്രമല്ല മനുഷ്യത്വമുള്ള എല്ലാവരും, അത് മമ്മൂക്കയായാലും ലാലേട്ടനായാലും ഇനി അപ്പുറത്തെ വീട്ടിലെ ഒരാളായാലും പോലും അയാൾക്ക് അസുഖം ഇല്ല എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മളത് കൊണ്ടാടും അല്ലെങ്കിൽ കൊട്ടി ആഘോഷിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ളൊരു വാക്കുകൾ തന്നെ ഒരു മാധ്യമ പ്രവർത്തനം, അതും ഇദ്ദേഹത്തിനെ പോലെ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകന് മാധ്യമപ്രവർത്തകൻ അവകാശപ്പെടുന്ന ഷാജൻ സക്രിയയ്ക്ക് അത് ചേരുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇന്നത്തെ ഒരു വീഡിയോ. അല്ലെങ്കിൽ ഇന്ന് രാവിലെ ചെയ്ത ഒരേ ഒരു വീഡിയോയോടുകൂടി ഈ വിഷയം അവസാനിപ്പിക്കണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. ഇപ്പോൾ ഈ വിഷയം സംബന്ധിച്ചിടത്തോളം എൻ്റെ രണ്ടാമത്തെയും ഇന്നത്തെയും, അതായത് ഒരു ലാസ്റ്റ് ഈ ഒരു സബ്ജക്റ്റ് ഞാൻ എൻ്റെ ഒരു വീഡിയോയിലൂടെ ഞാൻ സംസാരിക്കുന്നതല്ല ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ. പക്ഷേ ഇതിനൊരു മറുപടി പറയാതെ പോയാൽ മമ്മൂക്കയെ സ്നേഹിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ എനിക്ക് തന്നെ എന്നോട് പുച്ഛം തോന്നും, ഒരു മറുപടി പറഞ്ഞില്ലല്ലോ ഇതിനെന്നുള്ളത്. അതിനുവേണ്ടി മാത്രം ചെയ്തിരിക്കുന്ന ഒരു വീഡിയോയാണ് ഇത്.